പെട്രോളിന്റെ ലഭ്യതക്കുറവ്, കുക്കിംഗ് ഗ്യാസിന്റെ ലഭ്യതക്കുറവ്, ശുദ്ധജലത്തിന്റെ ലഭ്യതക്കുറവ്, ഈ പ്രശ്നങ്ങളൊക്കെ മനുഷ്യൻ പല കാലഘട്ടങ്ങളിലായിട്ട് അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളാണ്. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു നാൾ ഓക്സിജൻ ഇല്ലാതാകുമെന്ന്? ഒരിക്കലുമില്ല അല്ലെ? ഒരു ദിവസം നിങ്ങൾ ഉറക്കം ഉണർന്ന് പുറത്തിറങ്ങി നോക്കുമ്പോൾ നിങ്ങൾ ഒരു അനൗൺസ്മെന്റ് കേൾക്കുകയാണ്, ഇന്നത്തോടു കൂടെ ഓക്സിജൻ ഈ ഭൂമിയിൽ ഇല്ലാതാകുമെന്ന്. അങ്ങനെ യഥാർത്ഥത്തിൽ സംഭവിക്കൂ? നമ്മൾ മനുഷ്യർ, മൃഗങ്ങൾ, പക്ഷികൾ, അങ്ങനെ ജീവനുള്ള എല്ലാതും ഓക്സിജൻ ശ്വസിക്കുന്നുണ്ട്. എന്തിന്? തീ കത്താൻ പോലും ഓക്സിജൻ വേണം. എന്നിട്ടും നമ്മുടെ ഭൂമിയിലുള്ള ഓക്സിജൻ ഇതുവരെ ഇല്ലാതായിട്ടില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, അന്തരീക്ഷത്തിലെ 21% ഓക്സിജൻ ആണ്. ഈ 21% എന്ന് പറയുന്നത് ഒരു വലിയ നമ്പർ ആണെങ്കിലും കാലാകാലങ്ങളായി മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും ജീവനുള്ള സകലതും ഉപയോഗിച്ചിട്ടും എന്തുകൊണ്ടാണ് ഈ ഓക്സിജൻ തീരാത്തത്? നമ്മൾ വളരെ ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് പഠിച്ചിട്ടുള്ളതാണ്, ചെടികളും മരങ്ങളുമാണ് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ അതൊരു സത്യമാണോ? ഒരു പരിധിവരെ ചെടികളും മരങ്ങളും, എന്തിന് കാടുകൾ പോലും ഓക്സിജൻ ഉൽപാദനത്തിന് സഹായിക്കുന്നുണ്ടെങ്കിലും അത് മാത്രമല്ല ഓക്സിജൻ ഉൽപാദനത്തിന്റെ കാരണം. സമുദ്രങ്ങളാണ് ഓക്സിജൻ നിർമ്മാണത്തിന്റെ പ്രധാന പങ്ക് വഹിക്കുന്നത്. സമുദ്രത്തിൽ കാണപ്പെടുന്ന സൂക്ഷ്മങ്ങളായ ജീവികൾ, ഫൈറ്റോ പ്ലാങ്ടൺ എന്നറിയപ്പെടുന്ന കണ്ണുകൾക്ക് പോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മ ജീവികളാണ് 50% മുതൽ 80% വരുന്ന ഓക്സിജന്റെ പ്രൊഡ്യൂസേഴ്സ്. ആമസോൺ കാടുകളെ ഭൂമിയുടെ ലങ്സ് എന്ന് വിളിക്കാറുണ്ടെങ്കിലും ഭൂമിയിൽ പ്രൊഡ്യൂസ് ആകപ്പെടുന്ന 50% അധികം വരുന്ന ഓക്സിജന്റെ യഥാർത്ഥ അവകാശികൾ സമുദ്രത്തിൽ കാണപ്പെടുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ അതിസൂക്ഷ്മ ജീവികളാണ്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടില്ലേ, ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം. അതായത് ചെടികളും മരങ്ങളും വെള്ളവും സൂര്യപ്രകാശവും കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് ഓക്സിജൻ പ്രൊഡ്യൂസ് ആകപ്പെടുന്നു. അത് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഒരു കാരണം തന്നെയാണ്. ചെടികളിലെ ഇലകളും സമുദ്രത്തിലെ അതിസൂക്ഷ്മ ജീവികളായ ഫൈറ്റോ പ്ലാങ്ടനും സൂര്യപ്രകാശം ഉപയോഗിച്ച് തന്നെയാണ് ഓക്സിജനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓക്സിജൻ ശ്വസിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു. ചെടികൾ ആഹാരം പാകം ചെയ്യുന്ന സമയത്ത് ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ച് ഓക്സിജനെ പുറത്തുവിടുന്നു. ഒരു നാച്ചുറൽ റീസൈക്ലിംഗ് സിസ്റ്റം. അങ്ങനെയെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ, ലോകത്തിലുള്ള എല്ലാ മരങ്ങളും ഇല്ലാതായി കഴിഞ്ഞാൽ ഈ ഓക്സിജൻ ഇല്ലാതാകുമോ ഭൂമിയിൽ നിന്ന്? ഒരിക്കലുമില്ല. ഓക്സിജന്റെ ഒരു വലിയൊരു സ്റ്റോറേജ് തന്നെ നമ്മുടെ സമുദ്രത്തിൽ ഉണ്ട്. പക്ഷെ വർഷങ്ങളോളം ഭൂമിയിൽ ഓക്സിജൻ പ്രൊഡക്ഷൻ ഇല്ലാതായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഭൂമിക്ക് അപകടം തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ ഓക്സിജൻ നമ്മൾ കുറച്ച് ഉപയോഗിക്കുന്നത് കൊണ്ടല്ല തീരാത്തത്, മറിച്ച് നിരന്തരമായി ഓക്സിജന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത് കൊണ്ടാണ്. ഇനി ഓരോ തവണയും ശ്വാസം എടുക്കുമ്പോൾ നമുക്ക് ഓക്സിജൻ പ്രദാനം ചെയ്ത ഈ പ്രകൃതിയോട് നന്ദിയുള്ളവരായിരിക്കാം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നമ്മുടെ ഓക്സിജന്റെ ഉറവിടം കാടുകളിലാണോ അതോ സമുദ്രത്തിലോ? നിങ്ങളുടെ ഉത്തരം താഴെ കമന്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ടിൽ ദെൻ ബൈ.